ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ എൻവയൺമെൻറ്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ മോഡ്യൂൾ 6 പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പം പാർട്ട് 1 നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ കൺട്രോൾ ഡിസ്കസ് ചെയ്തു. പാർട്ട് 2 എയർ പൊല്യൂഷൻ കൺട്രോൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ അതായത് ഈ വീഡിയോയുടെ ഈ പാർട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ചെറിയൊരു ടോപ്പിക്ക് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് എന്ന് പറയുന്നത് നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ. നമ്മളെ ഇൻഡസ്ട്രീസിൽ വരുന്ന ഒരു പൊല്യൂഷനാണ് നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ്? അൺവാണ്ടഡ് സൗണ്ടിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. So, some of the ways to control noise pollution are control at receivers end, suppression of the noise at source, acoustic zoning, sound insulation at construction stages, planting of trees, legislative measures. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് റിസീവറുടെ എൻഡിൽ നമ്മൾ കൺട്രോൾ ചെയ്യുക. അതുപോലെ സോഴ്സ് എവിടെയാണോ, നോയ്സിൻ്റെ സോഴ്സ് എവിടെയാണോ അവിടെ സപ്രസ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് അക്കോസ്റ്റിക് സോൺസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ സൗണ്ട് ഇൻസുലേഷൻ അറ്റ് കൺസ്ട്രക്ഷൻ സ്റ്റേജസ്, പിന്നെ ട്രീസ് പ്ലാന്റ് ചെയ്യുക, പിന്നെ വേരിയസ് ലോസ് കൊടുക്കുക, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ഇമ്പോസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ അറ്റ് റിസീവേഴ്സ് എൻഡാണ്. ഓക്കെ, ഫോർ പീപ്പിൾ വർക്കിംഗ് ഇൻ നോയ്സി ഇൻസ്റ്റലേഷൻസ്, ear protection aids like earplugs, earmuffs, noise helmets, headphones, etc. must be provided to reduce ഒക്കുപ്പേഷണൽ എക്സ്പോഷർ. അപ്പോൾ സോഴ്സിൽ നിന്ന് വരുന്ന നോയ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? റിസീവർ ആരാണോ അയാളുടെ അവിടെ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ അറ്റ് റിസീവേഴ്സിൻ്റെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ബൈ പ്രൊവൈഡിങ് ഇയർ പ്ലഗ് പ്രൊവൈഡ് ചെയ്യാം, ഇയർ മഫ്സ്, നോയ്സ് ഹെൽമെറ്റ്സ്, ഹെഡ്ഫോൺ എക്സെട്ര. ഇതേപോലുള്ള കൺട്രോൾ ഡിവൈസസ് യൂസ് ചെയ്യുക റിസീവർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അക്കോസ്റ്റിക് സോണിംഗ് ആണ്. ഇൻക്രീസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് റിസീവർ ബൈ സോണിംഗ് ഓഫ് നോയ്സി ഇൻഡസ്ട്രിയൽ ഏരിയാസ് അവേ ഫ്രം ദി റെസിഡൻഷ്യൽ ഏരിയാസ് ഹെൽപ്സ് ഇൻ മിനിമൈസിങ് നോയ്സ് പൊല്യൂഷൻ. അതായത് നമുക്കറിയാം ഇൻഡസ്ട്രീസാണ് ഏറ്റവും കൂടുതൽ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയാസും ഇൻഡസ്ട്രിയൽ ഏരിയാസും തമ്മിൽ സഫീഷ്യൻറ്റ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്കവിടെ ആ നോയ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നോയ്സ് ഇല്ലാതാക്കാൻ പറ്റും. 2. There should be silent zones near residential areas, educational institutions and above all near hospitals. റെസിഡൻഷ്യൽ ഏരിയാസിൻ്റെ അടുത്തും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്തും ഹോസ്പിറ്റൽസിൻ്റെ അടുത്തെല്ലാം സൈലൻറ്റ് സോൺസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ സ്ട്രീറ്റ്സ്, അതായത് റെസിഡൻഷ്യൽ ഏരിയാസും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹോസ്പിറ്റൽസ് ഉള്ള സ്ട്രീറ്റിലൊക്കെ നോ ഹോൺ സൈൻ കാണും. ഹോൺ പാടില്ല. എന്താണത് ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ സൈലൻറ്റ് സോണാണ്. സൈലൻറ്റ് സോണിൽ ഹോൺ പാടില്ല. അതുപോലെ അടുത്തൊന്നും നോയ്സി ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒന്നും പാടില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് സപ്രഷൻ ഓഫ് നോയ്സ് അറ്റ് സോഴ്സ്. ഡിസൈനിങ്, ഫാബ്രിക്കേറ്റിംഗ് ആൻഡ് യൂസിങ് ക്വൈറ്റർ മെഷീൻസ് ടു റീപ്ലേസ് ദി നോയ്സി വൺസ്. 2. Proper lubrication and better maintenance of machines. 3. Installing noisy machines in soundproof chambers. 4. Covering noise producing machine parts with sound absorbing materials to check noise production. അപ്പം സപ്രഷൻ ഓഫ് ദി നോയ്സ് അറ്റ് സോഴ്സ് ആണ് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്താണ്? ക്വൈറ്റർ മെഷീൻസ് യൂസ് ചെയ്യുക. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് പ്രോപ്പർ ലൂബ്രിക്കേഷൻ ആൻഡ് ബെറ്റർ മെയിൻ്റെനൻസ് ഓഫ് മെഷീൻസ്. അതായത് മെഷീൻസ് എല്ലാം പ്രോപ്പർ മെയിൻ്റെനൻസും ലൂബ്രിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നോയ്സ് ലെവൽ കുറവായിരിക്കും. പിന്നെ ഇൻസ്റ്റാളിങ് നോയ്സി മെഷീൻസ് ഇൻ സൗണ്ട് പ്രൂഫ് ചേമ്പേഴ്സ്. ചിലപ്പം നല്ല അതിൻ്റെ ഇൻഹറൻറ്റ് നോയ്സ് കൂടുതലാണെങ്കിൽ, ഒരു മെഷീൻ്റെ ഇൻഹറൻറ്റ് നോയ്സ് കൂടുതലാണെങ്കിൽ അതിനെ സൗണ്ട് പ്രൂഫ് ചേമ്പേഴ്സിൽ ഇൻസ്റ്റാൾ ചെയ്യുക. സോ ദാറ്റ് ദി നോയ്സ് ഡസൻറ്റ് കം ഔട്ട് ഓഫ് ഫ്രം ദാറ്റ് സൗണ്ട് പ്രൂഫ് ചേമ്പേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് കവറിങ് നോയ്സ് പ്രൊഡ്യൂസിങ് മെഷീൻ പാർട്സ് വിത്ത്
സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് ടു ചെക്ക് നോയ്സ് പ്രൊഡക്ഷൻ. അതായത് ചില മെഷീൻ്റെ ചില പാർട്സ് മാത്രമായിരിക്കും, മൂവിങ് പാർട്സ് നോയ്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ എന്ത് ചെയ്യണം? അവിടെ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസുമായിട്ട് കവർ ചെയ്യണം വിത്ത് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൗണ്ട് ഇൻസുലേഷൻ അറ്റ് കൺസ്ട്രക്ഷൻ സ്റ്റേജസ്. Sound travels through the cracks that get left between the door and the wall. For reducing noise, this space should be packed with sound absorbing material. അത് ഡോറിൻ്റെയും വാളിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിൽ കൂടെ സൗണ്ട് ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ട്, അതായത് ട്രാവൽ ചെയ്യും. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഷുഡ് ബി പാക്ഡ് വിത്ത് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ. Sound insulation can be done by constructing windows with double or triple panes of glass and filling the gaps with sound absorbing materials. നമ്മുടെ ഏതെങ്കിലും ഒരു റൂമിൽ നോയ്സ് കുറവായിരിക്കണം എന്നുണ്ടെങ്കിൽ ആ റൂമിൽ യൂസ് ചെയ്യുന്ന വിൻഡോസ് ഡബിൾ ഓർ ട്രിപ്പിൾ പെയിൻസ് വെച്ച് വേണം യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഡബിൾ ലെയർഡ് ട്രിപ്പിൾ ലെയർഡ് ഗ്ലാസ് യൂസ് ചെയ്യണം. എന്നിട്ട് ആ ഇടയ്ക്ക് വരുന്ന വോയിഡ് സ്പേസ് എന്തുകൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യണം? സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് വെച്ച് നമ്മൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂമിലോട്ട് വരുന്ന അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിലോട്ട് വരുന്ന സൗണ്ട് കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ്, അക്കൂസ്റ്റിക്കൽ ടൈൽസ്, ഹെയർ ഫെൽറ്റ്, പെർഫറേറ്റഡ് പ്ലൈവുഡ് എക്സെട്ര ക്യാൻ ബി ഫിക്സ്ഡ് ഓൺ വാൾസ്, സീലിംഗ്സ്, ഫ്ലോർസ് എക്സെട്ര ടു റെഡ്യൂസ് നോയ്സ്. ഓക്കെ, ചില സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് അക്കൂസ്റ്റിക്കൽ ടൈൽസ്, ഹെയർ ഫെൽറ്റ്, പെർഫറേറ്റഡ് പ്ലൈവുഡ് which can be fixed on walls, ceilings, floors to reduce noise. Okay, സാധാരണ യൂസ് ചെയ്യുന്നത് റെക്കോർഡിംഗ് റൂംസ്, റെക്കോർഡിംഗ് സ്റ്റുഡിയോസ്, മ്യൂസിക് റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് അല്ലെങ്കിൽ TV റെക്കോർഡിംഗ് സ്റ്റുഡിയോസിലെല്ലാം എന്ത് ചെയ്യും? ഇതേപോലെ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലാന്റിംഗ് ഓഫ് ട്രീസ് ആണ്. Planting green trees and shrubs along roads, hospitals, educational institutions, etc. help in noise reduction to a considerable extent. നമ്മുടെ ട്രീസ് ആൻഡ് ലീവ്സ് ആൻഡ് ബ്രാഞ്ചസ് എല്ലാം എന്താ, അതൊരു സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് ആയിട്ട് അത് ആക്ട് ചെയ്യും. അപ്പം നമ്മൾ ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ ഏരിയയിലും അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ സൗണ്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിന് ചുറ്റും ട്രീസ് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ മതിയാകും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് മെഷേഴ്സാണ്. മിനിമം യൂസ് ഓഫ് ലൗഡ് സ്പീക്കേഴ്സ് ആൻഡ് ആംപ്ലിഫയേഴ്സ് എസ്പെഷ്യലി നിയർ സൈലൻറ്റ് സോൺസ്, ബാനിങ് പ്രഷർ ഹോൺസ് ഇൻ ഓട്ടോമൊബൈൽസ്, ഫ്രെയിമിങ് എ സെപ്പറേറ്റ് നോയ്സ് പൊല്യൂഷൻ ആക്ട്. നമ്മൾ ലോസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രം പോരാ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലോസ് പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിനാണ് നോയ്സ് പൊല്യൂഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ ലോസും ലെജിസ്ലേഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നീങ്ങിയാൽ കുറേ ഏരിയയിൽ നമുക്ക് നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നോയ്സ് പൊല്യൂഷൻ കൺട്രോളിനകത്ത് വരുന്നത്. നമ്മൾ നെക്സ്റ്റ് മൂവ് ചെയ്യുന്ന ടോപ്പിക് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. സോ വാട്ട് ഇസ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്? ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോവുകയാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല, കാരണം ഇൻഡസ്ട്രീസിൽ സോളിഡ് വേസ്റ്റ് അങ്ങനെ വളരെ കുറച്ചേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. നമ്മൾ കൂടുതലും സോളിഡ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് യൂസ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ്, അവരൊക്കെയാണ് കൂടുതലും സോളിഡ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ സോളിഡ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന കുറവായിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ സോളിഡ് വേസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് പോകാം. ഓക്കെ, so solid waste management is the collecting, treating and disposing of solid material that is discarded because it has served its purpose or is no longer useful. Improper disposal of municipal solid waste can create unsanitary conditions which can lead to pollution of the environment and to diseases spread by rodents and insects. Next എന്ന് പറയുന്നത് solid waste treatment and disposal. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻസിനറേഷനകത്ത് വരുന്നതാണ് ഫർണസ് ഓപ്പറേഷൻ.
In modern incinerators, the waste is burned inside a properly designed furnace under very carefully controlled conditions. The combustible portion of the waste combines with oxygen, releasing mostly carbon dioxide, water vapor and heat. Okay. Next എന്ന് പറയുന്നത് energy recovery. The boilers convert the heat of combustion into steam or hot water, thus allowing the energy content of the refuse to be recycled. Incinerators that recycle heat energy in this way are called waste to energy plants. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സോളിഡ് വേസ്റ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻസിനറേഷൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ കത്തിച്ചളയാം ഇൻ എക്സസ് ഓഫ് ഓക്സിജൻ. ഓക്കെ. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ഫർണസ് ഓപ്പറേഷൻ. ഈ സോളിഡ് വേസ്റ്റ് എല്ലാം കൂടെ നമ്മൾ ഫർണസിലിടുന്നു, ഫർണസിലിട്ട് കത്തിക്കുന്നു, അതായത് നല്ല പ്രോപ്പറായിട്ട് കത്തിക്കുന്നു. പ്രോപ്പറായിട്ട് കത്തിച്ചതിന് ശേഷം അതിനകത്ത് കമ്പസ്റ്റബിളായിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും? ഇറ്റ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ, റിലീസിങ് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പർ ആൻഡ് ഹീറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എനർജി റീകവറിയാണ്. ഓക്കെ. നമ്മൾ ഈ കമ്പസ്റ്റബിളായിട്ടുള്ള ഐറ്റംസ് ബേൺ ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് വെച്ച് നമ്മൾ ബോയിലേഴ്സ് പ്രവർത്തിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ സ്റ്റീം ജനറേറ്റ് ചെയ്യും. സ്റ്റീം പിന്നെ നമുക്ക് ടർബൈൻ കറക്കും. ആ ടർബൈനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കിട്ടും. അപ്പോൾ ഇതിനാണ് എന്താ വേസ്റ്റ് ടു എനർജി പ്ലാന്റ്സ് എന്ന് പറയുന്നത്. വേസ്റ്റ് കത്തിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക എന്നുള്ള ഒരു ടെക്നോളജി. അപ്പോൾ അതിപ്പം പുതിയൊരു ടെക്നോളജിയാണ്. ഇപ്പം കേരളത്തിലും കൊച്ചിയിൽ ഇതേപോലെ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പം നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റിൽ നിന്ന് നമുക്ക് ഇൻസിനറേഷൻ വെച്ച് ഹീറ്റ് ജനറേറ്റ് ചെയ്ത് അതിനെ എനർജി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പോസ്റ്റിംഗ്. It's a biological process in which the organic portion of the refuse is allowed to decompose under carefully controlled conditions. Microbes metabolize the organic waste material and reduce its volume as much as 50%. The stabilized product is called compost or humus. ഇതെന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന രീതിയാണ്. നമ്മുടെ വീട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന ഓർഗാനിക് വേസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യിപ്പിക്കും അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്. ഇറ്റ് ഈസ് made to decompose under controlled conditions. So the microbes എന്ത് ചെയ്യും? ഈ ഓർഗാനിക് വേസ്റ്റിൽ ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇറ്റ് വിൽ റെഡ്യൂസ് ഇറ്റ് വോളിയം ബൈ 50% വോളിയം റിഡക്ഷൻ ഉണ്ടാകുന്നു. എന്നിട്ട് ഇതിൻ്റെ അവസാനം കിട്ടുന്ന പ്രോഡക്റ്റാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യും. കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഹ്യൂമസ് ആയിട്ട് യൂസ് ചെയ്യും. ഇതെന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ഫെർട്ടിലൈസറാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സാനിറ്ററി ലാൻഡ് ഫില്ലാണ്. Refuse can be safely deposited in a disposal site that is carefully selected, designed, constructed and operated to protect the environment and public health. Landfills are required to have an impermeable liner or barrier at the bottom, as well as a system of groundwater monitoring wells. Completed landfill sections must be capped with impermeable cover to keep precipitation or surface runoff away from the buried waste. Bottom and cap liners may be made up of flexible plastic membranes, layers of clay soil or combination of both. എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ജനറേറ്റ് ചെയ്യുന്ന സോളിഡ് വേസ്റ്റിന് എന്ത് ചെയ്യും? വലിയൊരു ഏരിയയിൽ എന്ത് ചെയ്യും? നമ്മൾ ഒരു ഡിസ്പോസൽ സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ ഡിസ്പോസൽ സൈറ്റിൽ നമ്മളത് ഡിസ്പോസ് ചെയ്തതിന് ശേഷം നമ്മൾ എർത്തും കൊണ്ടത് ഫില്ല് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇത്രയും പോയിൻറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചെയ്തതിന് ശേഷം നമ്മൾ അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ എപ്പോഴും മോണിറ്റർ ചെയ്യും. ഓക്കെ. ഗ്രൗണ്ട് വാട്ടർ എപ്പോഴും മോണിറ്റർ ചെയ്യും. കാരണം ഈ വേസ്റ്റിൻ്റെ ലീച്ചേറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടറിൽ ഇറങ്ങാൻ പാടില്ല. ഓക്കെ. അപ്പോൾ അതിന് ഒരു സ്പെസിഫിക് ഡിസൈനൊക്കെ ഉണ്ട്. ലാൻഡ് ഫില്ലിന് സ്പെസിഫിക് ഡിസൈനുണ്ട്. അപ്പോൾ ഇതാണ് ലാൻഡ് ഫില്ലിൻ്റെ പടം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ രണ്ട് രീതിയിലാണ് ലാൻഡ് ഫിൽ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ട്രഞ്ച് മെത്തേഡ്, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏരിയ മെത്തേഡ്. ട്രഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ട്രഞ്ച് കുഴിക്കുന്നു. ആ കുഴിക്കകത്ത് നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്യുന്നു. വേസ്റ്റ് ഡംപ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? അത് എർത്ത് കവർ കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നു. ഡംപ് ചെയ്യുന്നു. ഓരോ ദിവസം വേസ്റ്റ് ഡംപ് ചെയ്തതിന് ശേഷം എർത്ത് കവർ പ്രൊവൈഡ് ചെയ്യും. ഇതാണ്ട് ഡെയിലി എർത്ത് കവർ. എന്നിട്ട് പിന്നെ ആ ഫുൾ ട്രഞ്ച് ഫില്ല് ചെയ്തതിന് ശേഷം ഫൈനൽ എർത്ത് കവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും.
ഏരിയ മെത്തേഡ് ആണെങ്കിൽ ഒരു വലിയ ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഏരിയയുടെ മുകളിൽ തന്നെ നമ്മൾ ഡംപ് ചെയ്യും, എന്നിട്ട് എർത്ത് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് അതിനെ മൂടും, ഫൈനൽ എർത്ത് കവർ. കണ്ടോ, അതാണ് ഏരിയ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീസൈക്ലിംഗ് ആണ്. സെപ്പറേറ്റിംഗ്, റീകവറിംഗ് ആൻഡ് റീയൂസിങ് കമ്പോണൻറ്റ്സ് ഓഫ് സോളിഡ് വേസ്റ്റ് ദാറ്റ് മേ സ്റ്റിൽ ഹാവ് എക്കണോമിക് വാല്യൂ ഇസ് കോൾഡ് റീസൈക്ലിംഗ്. ബിഫോർ എനി മെറ്റീരിയൽ ക്യാൻ ബി റീസൈക്കിൾഡ്, it must be separated from the raw waste and sorted. Separation can be accomplished at the source of the waste or at a central processing facility. Recovered broken glass can be crushed and used in asphalt pavement. Paper, rubber, steel are other materials that can be reused. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീസൈക്ലിംഗ് ഓഫ് സോളിഡ് വേസ്റ്റ് ആണ്. എന്താണ് റീസൈക്ലിംഗ്? നമുക്ക് അതിൽ നിന്ന് സോളിഡ് വേസ്റ്റിൽ നിന്ന് കുറേ കമ്പണൻസ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ബ്രോക്കൺ ഗ്ലാസ് എവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി യൂസ് ഇൻ അസ്ഫോൾട്ട് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ് കൺസ്ട്രക്ഷന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പേപ്പർ, റബ്ബർ, സ്റ്റീൽ ഇതെല്ലാം റീസൈക്കിൾ ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പോണൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ 6th മോഡ്യൂൾ തീരുകയാണ്. നമ്മുടെ പോർഷൻസ് ഇതോടെ എല്ലാം തീർന്നു. മോഡ്യൂൾ 4 നമ്മൾ ഡിസ്കസ് ചെയ്തു, മോഡ്യൂൾ 5 ഡിസ്കസ് ചെയ്തു, മോഡ്യൂൾ 6 ഡിസ്കസ് ചെയ്തു. ഇതോടെ പോർഷൻസ് എൻഡ് ചെയ്യാണ് ഇവിടെ. ഓക്കെ, അപ്പം താങ്ക് യു എവരി വൺ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക കേട്ടോ. താങ്ക് യു എവരി വൺ.